ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അംബ്രല്ല സ്കർട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു റെഡിമെയ്ഡ് സ്റ്റൈലിലുള്ള അംബ്രല്ല സ്കർട്ടാട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ അംബ്രല്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും വെച്ചിട്ടുള്ള ഒരു അംബ്രല്ല സ്കർട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തുണിയിലേക്ക് കട്ട് ചെയ്യണതിന് മുമ്പ് ഞാൻ ഇതുപോലെ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ പേപ്പറിൽ എങ്ങനെയാണ് മടക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 2 പീസ് ക്ലോത്താണ് എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ആദ്യം നമ്മൾ ഈ ക്ലോത്ത് രണ്ടും കൂടെ ഒരുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു കോർണർ ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അരവണ്ണം മാർക്ക് ചെയ്യുന്നത് ആ കോർണർ ഭാഗത്ത് നിന്നും താഴേക്കാണ്. അപ്പോൾ അരവണ്ണം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടിയുടെ അരവണ്ണം എത്രയാണോ അതിനെ നമ്മൾ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യയാണ് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ അരവണ്ണം 21 ആണെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 6.65 കിട്ടും. അപ്പോൾ നമ്മളൊരു 6.5 അവിടെ നിന്ന് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ ഏറ്റവും മുകളിലത്തെ കോർണർ ഭാഗത്തു നിന്ന് പിടിച്ച് എല്ലാ സൈഡിലേക്കും ഇതുപോലെ 6.5 മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിൻറ്റുകളെല്ലാം കൂടെ യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ആ വരച്ച വരയില്ലേ, ആ വരയിൽ നിന്ന് നേരെ താഴേക്കാണ് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ ലെങ്ത്ത് വേണ്ടത് 19 ഇഞ്ചാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് മൈനസ് ചെയ്യും. ആ 2 ഇഞ്ച് മൈനസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പടി വെക്കണമല്ലോ. മുകളിൽ ഒരു 2 ഇഞ്ചിൻ്റെ ഒരു പടിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ പടിയുടെ വിഡ്ത്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് അവിടെ മാർക്ക് ചെയ്യാം. 19 ഇഞ്ച് മൈനസ് 2 ഇഞ്ച്, അതായത് 17 ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു എന്നുള്ളൂ. ഇനി തുണിയിലേക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ 2 പീസ് തുണി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കട്ട് പീസാണ് കേട്ടോ. അത് ഇതിൻ്റെ അളവ് അതാണ് പറയാത്തത്. അപ്പോൾ ആ തുണി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കോണായിട്ട് 2ആയിട്ട് മടക്കി വയ്ക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നിൽക്കുന്ന സൈഡാണ് കേട്ടോ ഫോൾഡഡ് സൈഡ്. ബാക്കി 2 സൈഡും ഓപ്പൺ സൈഡാണ്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ കോർണർ ഭാഗം കണ്ടോ, മുകളിലും താഴെയും കോർണറായിട്ടുള്ള ഭാഗമാണ്. സൈഡിലും അതെ കേട്ടോ. അപ്പോൾ 3 കോർണർ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ആ മുകളിൽ നിന്നാണ് നമ്മൾ നമ്മുടെ അരവണ്ണം മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു 21 ഇഞ്ചാണ് കുട്ടിയുടെ അരവണ്ണം എന്ന്. അതിനെ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.65 ആണ്. ഞാനിപ്പോൾ 6.65 അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കയറ്റി മാർക്ക് ചെയ്യാം. വലുതായി പോയാലോ എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ കേട്ടോ. ഒരു 6.5 മാർക്ക് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അതൊന്ന് കർവ് ചെയ്ത് അവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 19 ഇഞ്ചാണ്. അതിൽ നിന്ന് ഞാൻ ആ പടിയുടെ 2 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് 17 ഇഞ്ചാണ്. ആ 17 ഇഞ്ച് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ, ആദ്യം മാർക്ക് ചെയ്ത ആ പോയിൻ്റ് മുകളിലുള്ളത്, ഇപ്പോൾ ടേപ്പ് വെച്ചേക്കണ കണ്ടില്ലേ, ആ മാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് ടേപ്പ് പിടിച്ചിട്ട് 17 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ആ ടേപ്പ് നമ്മൾ ആ കർവിൻ്റെ എല്ലാ സൈഡിലും പിടിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ എല്ലാ സൈഡിലും പിടിച്ചിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു 17 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തേക്കണ ആ പോയിൻറ്റുകൾ കണ്ടോ, ആ പോയിൻറ്റുകളെല്ലാം കൂടെ നമ്മളൊന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുകളിൽ നിന്ന് നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ടൊരു കർവ് പോലെ വരച്ചു. അതിനുശേഷം താഴേക്ക് നമ്മുടെ ഫുൾ ലെങ്ത് അല്ല, നമ്മൾ മുട്ടിൻ്റെ താഴെയുള്ള ഒരു ടോപ്പാണ് കേട്ടോ. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ട അതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ബാക്കി എത്രയാണെന്ന് വെച്ചാൽ അത് താഴേക്ക് ഇതുപോലെ എല്ലാ സൈഡിലേക്കും മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇത് ചെറിയ കുട്ടികൾക്കുള്ള അളവാണ് കേട്ടോ. വലിയവർക്കാവുമ്പോൾ നമുക്ക് തുണി ഒരുപാട് വേണ്ടി വരും. അതും ഈ ഒരു അളവിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു അളവിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയവരുടെ അരവണ്ണം ഡിവൈഡഡ് ബൈ 3.14 കാണുക. അത് മുകളിൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴേക്ക് ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലുള്ള 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്താണ് വെക്കുന്നത്, പടിയല്ലേ വെക്കുന്നത്, ബാക്കിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ
ഫ്രണ്ടിൽ പടി വയ്ക്കാനും ബാക്കിൽ ഇലാസ്റ്റിക് വയ്ക്കാനുമായിട്ട് ഞാൻ 2 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് ഞാൻ നോക്കിയിട്ടില്ല, ജസ്റ്റ് 2 പീസ് അങ്ങ് മുറിച്ചെടുത്തു എന്നുള്ളൂ. അതിൻ്റെ വിഡ്ത്ത് ഒരു 4.5 ഇഞ്ചുണ്ട്. 4.5 ഇഞ്ച് വിഡ്ത്തുള്ള 2 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലൊരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്ററിലായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വെക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഒരു 2.25 ഇഞ്ചിൻ്റെ ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ 3 പീസാണ് സെയിം തുണിയിൽ നിന്ന് തന്നെ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു എലാസ്റ്റിക്കും കൂടെ വേണം. ബാക്കിൽ നമ്മൾ എലാസ്റ്റിക്കാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കും എടുത്തു വെച്ചിട്ടുണ്ട്. എലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1.25 ഇഞ്ചാണ്. നിങ്ങൾ അതിൽ കുറച്ച് വിഡ്ത്തുള്ള എലാസ്റ്റിക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിനനുസരിച്ച് മടക്കി അടിച്ച് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കണം. കണ്ടോ, ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് താഴേക്ക് വരച്ചെടുക്കണം. കാരണം നമുക്ക് അവിടെ ഒരു പീസ് താഴേക്ക് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത് കാണിച്ച ആ ഒരു പീസുണ്ടല്ലോ 2.25 ഇഞ്ചിൻ്റെ, ആ പീസ് ഒന്ന് സൈഡിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല വശം ചേർത്ത് വെച്ചിട്ട് സൈഡിൽ കൂടെ ഒരു 1/4 ഇഞ്ചിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് തിരിച്ചിടുക. തിരിച്ചിടുമ്പോൾ അത് ഇതുപോലൊരു പീസ് കിട്ടും. ഇനി ഈ പീസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇതൊരു റെഡിമെയ്ഡ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കോട്ടൻ്റെ തുണിയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പം എൻ്റെ കയ്യിൽ ഈ തുണി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മാച്ചിങ് ആയിട്ടുള്ള കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അപ്പം ഞാനതിങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും നമ്മളൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചെറിയ ബട്ടൺസൊക്കെ ഉണ്ടല്ലോ, ക്ലോത്തും കൊണ്ടുണ്ടാക്കുന്ന ബട്ടൺസ്, അത് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ തീരെ ചെറിയ ബട്ടൺസ് ഉണ്ടല്ലോ ഷർട്ടിനൊക്കെ വയ്ക്കുന്നത്, അതായാലും വെച്ച് കൊടുത്തേച്ചാൽ മതി. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേറെ കളർ തുണി ഇല്ലെങ്കിൽ സെയിം കളർ തുണി വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ പോലെ നമുക്കതിൻ്റെ സെൻറ്ററിൽ കിട്ടും. ഇനി എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് പടി വയ്ക്കാം. പടി വയ്ക്കാനായിട്ട് ഈ ഒരു പീസ് എടുക്കുക, 4.5 ഇഞ്ച് വിഡ്ത്തുള്ള പീസ് എടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ചീത്ത വശം എടുത്ത് വയ്ക്കുക. നമ്മളിപ്പോൾ കാണുന്നത് ചീത്ത വശമാണ്. അപ്പോൾ ഒരു ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു പീസ് നമുക്കവിടെ അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കാം. നമ്മുടെ പാവാടയുടെ ചീത്ത വശത്തിനോട് കൂടി നമ്മുടെ ഇപ്പോൾ എടുത്തേക്കണ പീസില്ലേ അതിൻ്റെ നല്ല വശമാണ് ചേർത്ത് വയ്ക്കേണ്ടത്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം അടിച്ചെടുക്കുക. എന്നിട്ട് ഇത് നല്ല വശത്തേക്ക് തിരിച്ച് വെച്ച് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ അടിച്ച ആ ലൈനിൻ്റെ മുകളിൽ കൂടി കവർ ചെയ്യുന്ന രീതിയിൽ അതൊന്ന് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ തുണി കുറേ നീളത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് കളയേണ്ടി വന്നത്. നിങ്ങൾ അളന്ന് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇപ്പം ഇരിക്കുന്നത് നല്ല വശമാണ്, ഇപ്പോൾ മുകളിലിരിക്കുന്നത് നല്ല വശമാണ്. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് ആദ്യം മടക്കി, അതിന് ശേഷം നമ്മുടെ ഈ ഒരു പീസിൻ്റെ തയ്യൽ തുമ്പ് കണ്ടില്ലേ, ആ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ച് ഇതുപോലെ അടിച്ചെടുക്കുക. പതിച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സ്കേർട്ടാണിത്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ തന്നെയാണ് ബാക്ക് പീസും നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ബാക്ക് പീസിൻ്റെ ചീത്ത വശത്ത് തന്നെയാണ് ഇതുപോലെ ഈ നമ്മുടെ പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുന്നത്. 4.5 ഇഞ്ച് വിഡ്ത്തുള്ള പീസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് അടിക്കുക. അപ്പോൾ അടിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ആ എലാസ്റ്റിക് ഒന്ന് വെച്ച് നോക്കണം. നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ കറക്റ്റ് കയറി പോവുമോ എന്നറിയാനായിട്ടൊന്ന് വെച്ച് നോക്കുക. ഇതിപ്പോൾ 2 സൈഡിലും ഓരോ പോയിൻ്റ് ഗ്യാപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് സുഖമായിട്ട് കയറിപ്പോവും. അങ്ങനെ വെച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുക. ഇത് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടണം. കയറ്റി വിട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ 1-2 സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല.
ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് വിട്ടു പോകാതിരിക്കാനായിട്ട് 2 സൈഡും ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശം വരുന്നത്. അതിൻ്റെ മുകളിലേക്ക് ബാക്ക് സൈഡിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് അടിച്ചെടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക. ഇനി വേറെ പണിയൊന്നുമില്ല. ഇതിൻ്റെ താഴ്ഭാഗവും കൂടെ ഒന്ന് മടക്കി അടിച്ചാൽ മാത്രം മതി. 2 പ്രാവശ്യം മടക്കി അടിക്കുക. ആദ്യം ഒന്ന് അടിക്കുക, അതിനുശേഷം ഒന്നുകൂടെ അടിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.